ഓശാന ഓശാന ദാവീദിൻ സുതനേ ഓശാന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആഗോള ക്രൈസ്തവ സമൂഹം ഓശാന തിരുനാൾ ആചരിക്കുകയാണ്. ഏവർക്കും ഓശാന തിരുനാളിൻ്റെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ ഞാൻ നേരുകയാണ്. ഈശോയെ യഹൂദജനം എതിരേറ്റ് ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു. രാജകീയമായിട്ടുള്ളൊരു പ്രവേശനം നടക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദർ, 18 വയസ്സിന് മേലെയുള്ള യഹൂദർ പെസഹ തിരുനാളിന് തടിച്ചുകൂടിയിരിക്കുന്ന അവസരത്തിലാണ് ഈശോ അവരുടെ മധ്യേ രാജകീയമായിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. താൻ രാജാവാണ് എന്നുള്ള യാഥാർത്ഥ്യം യഹൂദജനം പ്രകടമാക്കുന്ന ഒരു രംഗമാണിത്. ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് തുടർന്ന് ഈശോ ചെയ്യുന്ന പ്രവർത്തനത്തിനും വളരെ അർത്ഥമുണ്ട്. അവിടെ ദേവാലയ ശുദ്ധീകരണ കർമ്മം നടത്തുകയാണ്. ദൈവത്തിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. നമുക്കറിയാം, ഓശാന എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ്. യഹൂദജനം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ, രക്ഷകനായിട്ടുള്ള ദൈവത്തോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥനയാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ വിചിന്തനം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ജനക്കൂട്ടം എപ്പോഴും അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ ആരവം വിളിക്കുന്നവരാണ്. പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ തള്ളിപ്പറയുന്നവരാണ്. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. ഓശാന വിളികളാൽ എതിരേറ്റ അതേ സമൂഹം തന്നെ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ഈശോയെ വധിക്കാനും ഈശോയെ പീഡിപ്പിക്കാനും പരിശ്രമിച്ചു എന്നും നമുക്കറിയാം. ഇവിടെ നമ്മുടെ വിചിന്തനത്തിനായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ജനക്കൂട്ടത്തെ പോലെയുള്ള വിശ്വാസ സമൂഹമാകരുത് നാം. മറിച്ച് ബോധ്യമുള്ള ക്രിസ്തീയ ദർശനം ഉൾക്കൊള്ളുന്ന ക്രിസ്തീയ മനോഭാവവും കാഴ്ചപ്പാടും പ്രകടമാക്കുന്ന ഒരു സമൂഹമായിട്ട് മാറണം. ഇന്ന് മതാത്മക പ്രവർത്തനങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ആഘോഷമായിട്ടുള്ള തിരുനാളുകൾ, ആഘോഷമായിട്ടുള്ള ഉത്സവങ്ങൾ, ആഘോഷമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രകടനങ്ങൾ, ഇതൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഇതെല്ലാം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് നടത്തുന്നത്. പക്ഷേ അതിലൊന്നും അടിയുറച്ച ആത്മീയത കാണാനായിട്ട് കഴിയില്ല. മതാത്മക പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം ആത്മീയത വളർത്തുകയാണ്. ആത്മീയതയില്ലാത്ത മതാത്മക പ്രവർത്തനങ്ങൾ വെറും പ്രകടനങ്ങൾ മാത്രമായിട്ട് മാറുകയാണ്. ഈ ജനക്കൂട്ടം ഓശാന വിളിച്ചത് അതുപോലെ തന്നെയാണ്. ഒരു പ്രകടനമായിട്ട് മാറി. അത് കഴിഞ്ഞപ്പോൾ അതേ ജനക്കൂട്ടം തന്നെ ഈശോയെ ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുക്കുക. ഇന്ന് ഈ ഓശാന തിരുനാൾ ആചരിക്കുമ്പോൾ പങ്കുവയ്ക്കാനുള്ള ചിന്തയും ഇത് തന്നെയാണ്. മതാത്മകതയിൽ നിന്നും ആത്മീയതയിലേക്ക് കടന്നു വരുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിലുണ്ടാകണം. വെറും ആരവങ്ങൾക്കും അതോടൊപ്പം തന്നെ വെറും പ്രകടനങ്ങൾക്കും മാത്രം വിശ്വാസം ഉപയോഗിച്ചാൽ പോരാ. മറിച്ച് വിശ്വാസം ജീവിക്കുന്ന, ബോധ്യമുള്ള, നല്ല ദർശനമുള്ള, നല്ല മനോഭാവമുള്ള, നല്ല കാഴ്ചപ്പാടുള്ള ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് മാറുമ്പോഴാണ് ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് നമുക്ക് സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നല്ല ആത്മീയ ബോധ്യം ഉണ്ടെങ്കിൽ ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും
സംയമനത്തോടുകൂടെ അതിനെ നേരിടാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഓശാന വിളികളാൽ എതിരേറ്റ സമൂഹം പിന്നീട് ഈശോയെ തള്ളിപ്പറഞ്ഞു പോലെ വെറും ആരവങ്ങൾ കൊണ്ട് വിശ്വാസം പ്രകടമാക്കാതെ, അതല്ല എങ്കിൽ വെറും പ്രകടനങ്ങൾ കൊണ്ട് മതാത്മകത പ്രകടമാക്കാതെ, അതിൽ നിന്നും അടിയുറച്ച ബോധ്യത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വിശ്വാസം ജീവിക്കുന്നുള്ളൂ എന്ന് പറയാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക്, ബോധ്യത്തിലേക്ക് കടന്നു വരണം. ഈ ഓശാന തിരുനാൾ നമ്മുടെ മതാത്മകതയിൽ നിന്നും ആത്മീയതയിലേക്ക് കടന്നു വരാനുള്ള ഒരവസരമാകട്ടെ. അങ്ങനെ അടിയുറച്ച ആത്മീയ ബോധ്യത്തോടുകൂടെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന മനോഭാവത്തോടുകൂടെ, ദൈവത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നല്ല മനോഭാവത്തോടുകൂടെ, നല്ല ആനന്ദത്തോടുകൂടെ, നല്ല സന്തോഷത്തോടുകൂടെ, നല്ല സമാധാനത്തോടുകൂടെ ജീവിക്കാൻ ഈ ഓശാന തിരുനാൾ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.